പ്രിയപ്പെട്ടവരെ, കന്നിക്കൂറിൽപ്പെട്ടവരെ വിജയത്തിലെത്തിക്കുന്ന അവരിലെ 10 പ്രധാന ഘടകങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നാം മനസ്സിലാക്കാൻ പോകുന്നത്. കന്നിക്കൂർ എന്ന് പറയുമ്പോൾ ഉത്രം, മുക്കാല്, അത്തം, ചിത്തിര, അര ഇവ ചേർന്നിട്ടുള്ളതാണല്ലോ. അപ്പൊ ഈ നക്ഷത്രത്തിൽ വിജയിച്ച ആൾക്കാരുമുണ്ട്, എന്നാൽ ഇതുവരെയും വിജയത്തിലേക്ക് എത്തിച്ചേരാൻ കഴിയാത്തവരുണ്ട്. ഒരു മധ്യമമായ ഒരു അവസ്ഥയിൽ കഴിഞ്ഞു പോകുന്നു. വിജയമല്ല, പരാജയമല്ല എന്നിങ്ങനെയുള്ള രീതിയിൽ കടന്നു പോകുന്നവരുണ്ട്. അപ്പോൾ ഈ കന്നിക്കൂറുകാരെ വിജയത്തിലെത്തിക്കുന്ന കാര്യം എന്ന് പറയുമ്പോൾ ചിലർക്കൊക്കെ സംശയം തോന്നും. അയ്യോ, ഇതിൽ ചിലരൊക്കെ ഇപ്പോഴും പരാജയത്തിലാണല്ലോ, പിന്നെ എങ്ങനെയാ ഇവരെ വിജയത്തിലെത്തിക്കുന്ന ഘടകങ്ങൾ എന്ന് പറയുന്നത്? തീർച്ചയായിട്ടും ഈ കൂറിൽപ്പെട്ട കുറെ പേർ നല്ല വിജയസ്ഥാനത്തേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. ആ വിജയത്തിലേക്ക് എത്തിച്ചേർന്നവർക്കാകട്ടെ പൊതുവായിട്ടുള്ള ചില സവിശേഷതകളും ഉണ്ടായിട്ടുണ്ട്. അതിനെ നിരീക്ഷിച്ചിട്ട് അതിനെക്കുറിച്ച് നന്നായി പഠിച്ചിട്ടുള്ള ഒരു വിശകലനമാണ് ഇവിടെ നൽകുന്നത്. അപ്പോൾ നിങ്ങൾ കന്നിക്കൂറുകാരാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് പൂർണ്ണമായിട്ട് കാണുക. നിങ്ങളുടെ ജീവിതത്തിലെ അവസ്ഥ എന്ത് തന്നെയാകട്ടെ, നിങ്ങൾക്ക് വിജയത്തിലേക്ക് എത്തിച്ചേരാനുള്ള മാർഗനിർദ്ദേശങ്ങളാണ് ഇതിലൂടെ പറയുന്നത്. നമസ്കാരം, ഞാൻ RJ അയ്യർ, ഹരിചന്ദ്ര മഠം. അപ്പോൾ കന്നിക്കൂറുകാരെ വിജയത്തിലെത്തിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങുമ്പോൾ നമുക്ക് 10-ൽ നിന്ന് 1-ലേക്ക് വരാം. ഒന്നാമത്തെ കാര്യം പരമപ്രധാനമായിരിക്കും എന്ന് പറഞ്ഞാൽ മറ്റുള്ള പ്രധാനപ്പെട്ടതല്ല എന്നല്ല. ഒന്നാമത് പറയുന്ന കാര്യം നമ്മുടെ ഹൃദയത്തിലേക്ക് നമ്മൾ ഈ വീഡിയോ തീരുന്ന സമയത്ത് ഇങ്ങനെ എരച്ച് കയറി നിൽക്കണം. നമ്മുടെ ജീവിതം ഇനി മുന്നോട്ട് പോകുന്ന കാലഘട്ടത്തിലെല്ലാം നമുക്ക് ഈ ഒരു വാക്കുകൾ ഇങ്ങനെ നമ്മുടെ ഹൃദയത്തിൽ ഇങ്ങനെ അലയടിക്കണം. അപ്പോൾ നമുക്ക് നമ്മളെക്കുറിച്ചുള്ള തിരിച്ചറിവ് കൂടുതലായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കും. അതിന് വേണ്ടിയിട്ടാണ് ഒന്നാമത്തത് ഏറ്റവും ഒടുവിലായിട്ട് പറയുന്നത്. അപ്പോൾ 10-ാമത്തേലേക്ക് വരാം. ഉത്സാഹശീലം എന്നുള്ളതാണ്. അതെ, കന്നിക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ പെട്ടെന്ന് ചെയ്തു തീർക്കാൻ, അല്ലെങ്കിൽ ആഗ്രഹിച്ചത് പെട്ടെന്ന് നേടിയെടുക്കാൻ, അതിനുവേണ്ടി പരിശ്രമം നടത്താൻ എപ്പോഴും മനസാന്നിധ്യമുള്ളവരാണ്. അവർ തങ്ങളുടെ ഒരു ലക്ഷ്യത്തെ ആദ്യമേ മനസ്സിൽ കുറിച്ചിടുകയും പിന്നീട് അതിനു വേണ്ടിയിട്ട് നിതാന്ത പരിശ്രമങ്ങൾ നടത്തുകയും ചെയ്യും. ചില ഘട്ടങ്ങളിൽ ഇവർ കുറച്ച് പിന്നോക്കം പോയേക്കാം. ചിലപ്പോൾ അത് സാഹചര്യത്തിന്റെ സമ്മർദ്ദം കൊണ്ടാവാം, ധനപരമായിട്ടുള്ള ചില ബുദ്ധിമുട്ടുകൾ കൊണ്ടാവാം, ചില വ്യക്തികളുടെ ഇടപെടൽ കൊണ്ടാവാം. ഇവർ പിന്നോക്കം പോയാലും ശരി, ആ ലക്ഷ്യത്തെ അവിടെ ഉപേക്ഷിച്ച് കളയുന്നവരല്ല. പിന്നീട് അതിനേക്കാൾ പൂർവാധിക ശക്തി എന്നൊക്കെ നമ്മൾ പറയില്ലേ, ആ തരത്തിൽ മുന്നോട്ട് പോകാനുള്ള കരുത്ത് ഇവരുടെ ഉള്ളിലുണ്ട്. എന്നാൽ ചിലർ ഇത് അറിയുന്നില്ല. ഇവർ ചില തിരിച്ചടികൾ നേരിടുമ്പോൾ അയ്യോ, ഇതൊന്നും എന്നെ കൊണ്ട് പറഞ്ഞിട്ടുള്ള കാര്യമില്ല, ഞാൻ ഇതിലൊന്നും ഇറങ്ങിത്തിരിക്കാതിരിക്കുകയാണ് നല്ലത് എന്നൊക്കെയുള്ള രീതിയിൽ നിരാശയോടുകൂടി കാണപ്പെടും. നിങ്ങളൊരു കന്നിക്കൂറുകാരനാണെങ്കിൽ, കന്നിക്കൂറുകാരിയാണെങ്കിൽ ഇത് പാടില്ലാത്ത കാര്യമാണ്. നിങ്ങളുടെ ഉള്ളിൽ നല്ല ഉത്സാഹശീലമുണ്ട്, നഷ്ടപ്പെട്ടതിനെ നേടിയെടുക്കാനുള്ള കരുത്തുണ്ട്. അതിനെ പ്രയോജനപ്പെടുത്താതെ ഏതെങ്കിലും ചില വില കുറഞ്ഞ ചിന്തകളുടെ കീഴിൽ അടിയുറഞ്ഞിരിക്കാൻ തയ്യാറാകരുത്. നിങ്ങളിൽ ചിലർ പരാജയപ്പെട്ടതിനും ചിലർ വിജയിച്ചതിനും വ്യത്യസ്തതയുള്ളതെന്ന് പറഞ്ഞാൽ ഈ ചിന്താഗതിയിലുള്ള മാറ്റമാണ്. നിങ്ങൾ ഊർജ്ജസ്വലത കൂടുതൽ സംഭരിക്കുകയും ഇപ്പോഴുണ്ടായ പ്രതിസന്ധിയെ മറികടക്കാനുള്ള നിങ്ങളുടെ കരുത്ത് മുഴുവൻ പുറത്തെടുക്കുകയാണ് വേണ്ടത്. അത് നിങ്ങളെ വിജയത്തിലേക്ക് അടുപ്പിക്കും, സംശയം വേണ്ട. 9-ാമത്തെ കാര്യം, ആരെയും വകവെച്ച് കൊടുക്കില്ല. ഇത് പറഞ്ഞു കേൾക്കുമ്പോൾ ഇവരൊരു തൻ്റെ ഐഡിയാണെന്നും ഇവർ മോശം പ്രകൃതമാണെന്നൊക്കെ ചിലർ തെറ്റിദ്ധരിച്ചേക്കാം. ഈ വകവെച്ച് കൊടുക്കുകയില്ല എന്ന് പറയുന്നത് നമ്മുടെ ഭാഗത്ത് ശരിയാണ്, പക്ഷെ അയാൾ ഇച്ചിരി മുതിർന്ന ഒരാളാണ്, അല്ലെങ്കിൽ അയാൾ ഒരു ടോപ്പിലുള്ള ഒരാളാണ് എന്നുള്ള രീതിയിൽ ചിലർ നമ്മുടെ ഉള്ളിലെ സത്യത്തെ മറച്ചു പിടിച്ചിട്ട് ആജ്ഞയുമായി മുന്നിൽ നിൽക്കുന്ന ആളിന് വശംവദനായി തലകുനിച്ച് നിൽക്കുന്നത് കാണാം. പക്ഷെ കന്നിക്കൂറുകാരെ അതിന് കിട്ടില്ല. അവർക്ക് സത്യം ഏത്, നീതി ഏത് എന്നുള്ള തിരിച്ചറിവുണ്ട്. അതുകൊണ്ട് തന്നെ സത്യമായ കാര്യത്തെ തുറന്ന് പറയുകയും മാത്രമല്ല നീതിയുക്തമല്ലാത്ത സ്ഥാനത്ത് നിന്ന് മാറിപ്പോവുകയും ചെയ്യും. ചിലപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ അവർക്ക് ചില തിരിച്ചടികളൊക്കെ ഉണ്ടായേക്കാം. പക്ഷെ ഇവരുടെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാകുന്നത് അവരെ കൊണ്ട് പറ്റാത്തയിടത്ത് കടിച്ചു തൂങ്ങിക്കിടന്ന് സ്ട്രെസ് എടുക്കാതിരിക്കുമ്പോഴാണ്. ചില വ്യക്തികളെ കണ്ടിട്ടില്ലേ, എത്രയൊക്കെ പ്രയാസങ്ങൾ നേരിട്ടാലും, ഒരുപാട് മനോവിഷമങ്ങൾ വന്നു കൂടിയാലും തൻ്റെ സേഫ് സോൺ നഷ്ടപ്പെട്ടു പോകുമോ എന്ന് കരുതിയിട്ട് ചിലയിടങ്ങളിൽ തളഞ്ഞു കിടക്കും. എന്നാൽ മറ്റുള്ളവരാകട്ടെ ഇവരൊരു അടിമയെ പോലെ പരിഗണിക്കുകയും ചെയ്യും. പക്ഷെ ഇവിടെ കന്നിക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം അത് പറഞ്ഞിട്ടില്ല. അവർ തങ്ങൾക്ക് ഗുണകരമല്ലാത്ത ചുറ്റുപാടുകളിൽ അധിക നേരം തങ്ങുകയില്ല. അങ്ങനെ തങ്ങിപ്പോയാൽ അവരുടെ ജീവിതം ഒരു വഴിക്ക് ഒതുങ്ങിപ്പോകുമെന്ന് ഇവർക്ക് തിരിച്ചറിയാം. പക്ഷെ ഇങ്ങനെ തീരുമാനം എടുക്കുമ്പോൾ അതൊരു എടുത്തുചാട്ടമായി പോകാതിരിക്കാനും കന്നിക്കൂറുകാർക്ക് അറിയാം. അവിവേകം കാണിക്കുക, അഹങ്കാരം കാണിക്കുക തുടങ്ങിയ കാര്യങ്ങൾ ഇവിടെ വച്ച് പുലർത്തി കഴിഞ്ഞാൽ അത്
ഗുണകരമാകുകയില്ല. നമുക്ക് നീതിയുക്തമല്ല എന്ന് തോന്നുന്ന സ്ഥാനത്ത് നിന്നാണ് നമ്മൾ മാറേണ്ടത്. അല്ല നമ്മുടെ അഹംബോധത്തിനോ നമ്മുടെ താല്പര്യങ്ങൾ അവിടെ നടന്നില്ല എന്നുള്ള കാര്യം കൊണ്ട് നമ്മൾ മാറിപ്പോവുകയാണെങ്കിൽ നമ്മുടെ ഈ ചിന്താഗതി തെറ്റിപ്പോവും. അതൊരു പരാജയത്തിന് കാരണമാവുകയും ചെയ്യും. എങ്കിലും മറ്റുള്ളവരെ വകവയ്ക്കാത്ത ഇത്തരം ഇവരുടെ ശീലങ്ങൾ ഇവരെ വിജയത്തിലേക്ക് എത്തിക്കും എന്നുള്ളതിൽ സംശയമില്ല. എട്ടാമത്തെ കാര്യം, തന്ത്രങ്ങൾ മെനയുന്നവർ എന്നാണ്. കന്നിക്കൂറുകാരെ കണ്ടു കഴിഞ്ഞാൽ ഇവർ തന്ത്രങ്ങൾ മെനയാൻ കെൽപ്പുള്ളവരാണെന്ന് പലർക്കും തോന്നുകയില്ല. പക്ഷെ വാസ്തവം അങ്ങനെയല്ല. ഇവർ നന്നായിട്ട് തന്ത്രങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുന്നവരും ആ തന്ത്രത്തിലൂടെ വിജയം നേടാൻ കഴിയുന്നവരുമാണ്. എന്നാൽ മാനുഷിക മൂല്യങ്ങളെ പരിഗണിച്ചിട്ടുള്ള തന്ത്രങ്ങൾ ഇവർ മെനയുള്ളൂ. മറ്റൊരാളെ ചതിച്ചോ വഞ്ചിച്ചോ ഉള്ള കാര്യങ്ങൾ ഇവർ അങ്ങനെ ചിന്തിക്കാറില്ല. ചിന്തിച്ചു കഴിഞ്ഞാൽ അവർക്ക് അതും ആകാൻ കഴിയും. അങ്ങനെ ചിന്തിക്കുന്ന ചിലരുണ്ട്, അവർക്ക് പിന്നീട് പരാജയം ഉണ്ടാവാറുണ്ട്. ഇവരുടെ തന്ത്രം നേർവഴിയെ മറ്റുള്ളവർക്ക് ഹാനികരമല്ലാത്ത രീതിയിൽ, ഒട്ടും ഹീനമല്ലാത്ത രീതിയിൽ തനിക്ക് വിജയിച്ച് വരണം എന്നുള്ള രീതിയാണ്. അതൊരു ജെന്റിൽമാൻ എന്നൊക്കെ നമ്മൾ പറയില്ലേ, ആ കാഴ്ചപ്പാടാണ്. അതിലൂടെ ഇവർ മികച്ചതായ ആസൂത്രണം നടത്തി അതിലൂടെ നേട്ടങ്ങളെ ഉണ്ടാക്കിയെടുക്കാറുണ്ട് എന്നുള്ളത് വളരെ ഗുണകരമായിട്ടുള്ള കാര്യമാണ്. ഏഴാമത്തെ കാര്യം, അപവാദങ്ങളെ നേരിടാൻ അറിയുന്നവരാണ്. അതെ, നമ്മുടെ സമൂഹത്തിൽ നമ്മൾ ചെയ്യാത്ത അറിയാത്ത കാര്യങ്ങളെക്കുറിച്ച് മോശമായിട്ട് പ്രചരിപ്പിക്കുന്ന ഒട്ടേറെ ആൾക്കാരുണ്ട്. ഇന്ന് ഇത്തരം പരദൂഷണങ്ങൾ പലപ്പോഴും സോഷ്യൽ മീഡിയയിലൂടെയാണ് ഇപ്പം നടക്കുന്നത്. ഫേസ്ബുക്ക് എടുത്താലും ഇൻസ്റ്റാഗ്രാം എടുത്താലും മറ്റ് വാട്സപ്പ് യൂണിവേഴ്സിറ്റികളിലും എല്ലാം വരാറുണ്ട് ഇത്തരം പരദൂഷണങ്ങൾ. മറ്റൊരാളെ കുറ്റപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. അങ്ങനെ ഏതൊരു വ്യക്തിയും ഇന്ന് അപവാദത്തിൻ്റെ മുൾമുനയിലാണ്. ഭാഗ്യം കൊണ്ട് ചിലർക്ക് അപവാദം കേൾക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപവാദം എന്ന് പറയുന്നത് തെറ്റിദ്ധാരണ ഉണ്ടാക്കലും ഒരു വ്യക്തിയെ സമൂഹത്തിൽ ഇടിച്ചു താഴ്ത്തി കാണിക്കുകയാണ് ഉദ്ദേശം. അതോടുകൂടി അപവാദമേൽക്കുന്ന വ്യക്തി മാനസികമായിട്ട് തകരും, അയാളുടെ കർമ്മശേഷി നശിക്കും, അയാളുടെ പതനം ആരംഭിക്കും എന്ന് ഈ അപവാദം പടച്ചുവിടുന്നവർക്ക് അറിയാം. എല്ലാവർക്കും അപവാദം നന്നായിട്ട് മനസ്സിൽ കൊള്ളുക തന്നെ ചെയ്യും. പക്ഷേ കന്നിക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം അപവാദം കേൾക്കുന്നത് അവർക്കും ഇഷ്ടമില്ല എങ്കിലും അപവാദത്തിൻ്റെ ഈ കാഠിന്യത്തിൽ അങ്ങനെ കുടുങ്ങിപ്പോകുന്നവരല്ല. ഒരു ചെവിയിലൂടെ കേട്ട് മറു ചെവിയിലൂടെ കളയാൻ ഇവർക്കറിയാം. അപവാദം ഇന്ന് പറഞ്ഞുകൊണ്ടെടുക്കുന്നവരെ കൊണ്ട് നാളെ നല്ലത് പറയിപ്പിക്കാൻ ഇവർക്കറിയാം. ഇവർ അങ്ങനെയാണ് ജീവിതത്തെ കാണുന്നത്. അതുകൊണ്ട് തന്നെ അപവാദം കേട്ടു എന്ന് പറഞ്ഞ് പോയി ആത്മഹത്യ ചെയ്യുന്നവരൊന്നും കന്നിക്കൂറുകാരിൽ അധികം കാണില്ല. കാര്യം അവർക്ക് ഈ ഭൂമിയിലുള്ള നിലനിൽപ്പറിയാം. ഈ ഭൂമിയിൽ ജീവിക്കുകയാണെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങൾ ഉണ്ടായി വരും, ഞാൻ അതിനെ നേരിട്ടേ പറ്റുള്ളൂ എന്ന് ഇവർക്കറിയാം. അതുകൊണ്ട് തന്നെ ഇവരുടെ ജീവിതത്തിൽ പ്രശ്നഭരിതമാകുന്ന പല നിമിഷങ്ങളെയും ഇവർ നിശബ്ദതയുടെ കോട്ട കൊണ്ട് അടയ്ക്കുമെന്നാണ് പറയുന്നത്. ആ സമയങ്ങളിൽ ഇവർ ഉണ്ടാതെ എന്നുള്ളത്. ചിലർ പ്രതികരിക്കുമ്പോൾ കുറച്ച് വഷളാവുമെന്ന് തിരിച്ചറിയുമ്പോൾ പിന്നെ നിശബ്ദമാകും. ഈ നിശബ്ദത കൊണ്ട് ഈ അപവാദങ്ങളെ ഇവർ തരണം ചെയ്യുകയാണ് പൊതുവിൽ ചെയ്യാറുള്ളത്. ആറാമത്തെ കാര്യം, സാഹസികപരമായി പെരുമാറുന്നവർ എന്നുള്ളതാണ്. കന്നിക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം നേരത്തെ നമ്മൾ പറഞ്ഞ ഉത്സാഹശീലമുള്ളവർ എന്നുള്ളതാണ്. അതിലപ്പുറം ഇവരുടെ ഒരു കഴിവുള്ളത് സാഹസികതയോടുകൂടി കാര്യങ്ങളെ നേരിടാൻ കഴിയുന്നവർ എന്നുള്ളതാണ്. പലരും കഴിയുകയില്ല എന്ന് കരുതി വച്ചിരിക്കുന്ന പല കാര്യങ്ങളും പിൽക്കാലത്ത് ഇവർ നേടിയെടുക്കുന്നതായിട്ട് കാണും. സാധാരണ ഒരു വ്യക്തി അയാൾ നിൽക്കുന്ന പൊസിഷനിൽ നിന്ന് ഇത്തരം ഒരു പൊസിഷനിലേക്ക് എത്തുമെന്ന് നമ്മൾ സ്വപ്നത്തിൽ പോലും വിചാരിക്കില്ല. പക്ഷേ ഇവരുടെ ക്രമമായിട്ടുള്ള പ്രവർത്തനങ്ങൾ, തന്ത്രങ്ങൾ മെനയാനുള്ള കഴിവ്, ആസൂത്രണ ശേഷി, മാത്രമല്ല നേതൃത്വ ഗുണം, ഇവയെല്ലാം കൊണ്ട് ഇവർ തങ്ങൾക്ക് കിട്ടാവുന്ന അവസരങ്ങളെ വെട്ടിപ്പിടിക്കുന്നവരാണ്. സാഹസികതയോടുകൂടി കാര്യങ്ങളെ ഏറ്റെടുക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ മറ്റുള്ളവർക്ക് ബഹുമാനിതരാകാനും ഇവർക്ക് കഴിയുന്നതാണ്. മറ്റുള്ളവർക്ക് അപ്രാപ്യമായിട്ടുള്ള കാര്യങ്ങളെ ഒരാൾ നേടിയെടുക്കുമ്പോഴാണല്ലോ നമ്മൾ അതിനെ ഒരു സാഹസികത എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ഈ കൂറുകാർക്ക് അതിനുള്ള ഗുണമുണ്ട്. അഞ്ചാമത്തെ കാര്യം, അഭിമാന ബോധമുള്ളവർ എന്നുള്ളതാണ്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അധികം വേണ്ടത് ഈ അഭിമാനം എന്നുള്ള കാര്യമാണ്. ചില വ്യക്തികളുണ്ട് അതൊന്നും ഇല്ല, എങ്ങനെ ഏത് രീതിയിലും തങ്ങളുടെ കാര്യം നേടിയെടുക്കണമെന്നുള്ള മട്ടിൽ സ്വന്തം വിലയും നിലയെല്ലാം കളഞ്ഞ് പെരുമാറും. പക്ഷെ ഇവിടെ കന്നിക്കൂറുകാർ അങ്ങനെയല്ല. അവർ തങ്ങളുടെ നിലയ്ക്കൊത്ത രീതിയിലുള്ള പെരുമാറ്റം, വിലയ്ക്ക് ഒത്ത രീതിയിലുള്ള വാക്കുകൾ, ഇവയൊക്കെ പറയുള്ളൂ. അതുകൊണ്ട് തന്നെ ചില സാഹചര്യങ്ങളിൽ നിന്ന് ഇവർ പെട്ടെന്ന് തന്നെ മാറിക്കളയും. തനിക്ക് വില കിട്ടുന്നില്ല, തനിക്ക് ഇവിടെ കംഫർട്ട് സോൺ അല്ല എന്ന് മനസ്സിലാക്കിയിട്ട് ഇവർ മാറിക്കളയും. അവിടെ പറ്റിപ്പിടിച്ച് നാളെ എന്തെങ്കിലും നേട്ടം ഉണ്ടാകുമോ എന്നുള്ള രീതിയിൽ ദയം കാത്തു കിടക്കുന്ന ഒരു ശീലമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഇവരായിട്ട് സാമീപ്യമുള്ളവരെല്ലാം തന്നെ ഇവർക്കൊരു വില, ബഹുമാനമൊക്കെ കൊടുത്ത്, ആദരവൊക്കെ കൊടുത്ത് സംസാരിക്കാറുണ്ട്. കാര്യം അങ്ങനെ അല്ലെങ്കിൽ ഇവർ ചിലപ്പോൾ ആ പരിതസ്ഥിതികളിൽ കാണാനും സാധ്യത കുറവാണ്.
തങ്ങളിൽ നിന്ന് അകന്നു പോകാനും സാധ്യതയുണ്ടെന്ന് ഈ കൂടെയുള്ള ആൾക്കാർക്ക് അറിയാം. എന്തായാലും അഭിമാനബോധം ചില സമയത്ത് ഒരല്പം കൂടിപ്പോകുന്നത് ദുരഭിമാനത്തിൽ എത്തിച്ചിട്ട് ഇവർക്ക് ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ട് എന്നുള്ള സത്യം ഇവിടെ പറഞ്ഞോട്ടെ. അതുകൊണ്ട് തന്നെ ഈ കന്നിക്കൂറുകാര് തങ്ങൾക്കുള്ളത് അഭിമാനമാണോ ദുരഭിമാനമാണോ എന്നുള്ളത് തിരിച്ചറിയണം. അഭിമാനമാണെങ്കിൽ നല്ലത്, ദുരഭിമാനമാണെങ്കിൽ ഇല്ലാത്തടത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കാത്ത കാരണമാകും. അത് പരാജയത്തിലേക്കായിരിക്കും നമ്മളെ എത്തിക്കുന്നത്. അതും ഈ കൂട്ടത്തിൽ ഓർത്തുകൊള്ളുക. നാലാമത്തെ കാര്യം, കാര്യങ്ങളെ മുൻകൂട്ടി കാണുന്നവർ എന്നുള്ളതാണ്. ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വരും വരായികകളെ കുറിച്ചുള്ള ഒരു ബോധം എന്ന് പറയുന്നത് വളരെ പ്രാധാന്യമുള്ളതാണ്. ചിലർ ഇന്നിലങ്ങ് ജീവിച്ചു പോവുകയാണ്, നാളെക്കുറിച്ച് യാതൊരു ബാധ്യതയില്ല. നാളെ എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ അയ്യോ കാലം കഴിഞ്ഞു, ഞാൻ അതിനെക്കുറിച്ച് ചിന്തിച്ചില്ല, ഇങ്ങനെയൊക്കെ വരുമായിരുന്നു എന്ന് പദം പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. പക്ഷെ ഇവരങ്ങനെയല്ല. നാളെ തനിക്ക് ഇന്ന പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്, ഞാൻ അതിന് ഇന്ന കരുതലുകൾ എടുക്കണം, എങ്ങനെയുള്ള ഒരു ചിന്താഗതി ഇവർക്കുണ്ട്. മാത്രമല്ല ജ്യോതിഷം എന്ന് പറയുന്ന ശാസ്ത്രശാഖയെ നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നവരുമാണ് ഇവർ. ഇവർ പറയുന്ന ഒന്ന് ജ്യോതിഷം പഠിച്ചിട്ടൊന്നും വേണ്ട, ഇവരൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ചില കാര്യങ്ങൾ പ്രവചനം പോലെ ആയി മാറുന്നത് കാണാവുന്നതാണ്. ഇവർക്കൊരു ദീർഘവീക്ഷണമുണ്ട്. മാത്രമല്ല പ്രപഞ്ചത്തിൽ നിന്ന് കിട്ടുന്ന ചില സിഗ്നലുകൾ, നമ്മൾ പറയില്ലേ ഒരാളെ സംബന്ധിച്ചിടത്തോളം ചില കാര്യങ്ങൾ ഇവർക്ക് അറിയാൻ പറ്റും. ഇന്ന കാര്യം നടക്കാൻ പോകുന്നു, ഇന്ന കാര്യങ്ങൾ ഇങ്ങനെ ആയിത്തീരും. ഇവർ പറയുന്ന ഏതാണ്ട് 90% കാര്യങ്ങൾ ഏതാണ്ട് അപ്പടിയൊക്കെ തന്നെ വരും. അത് ഇവരുടെ ഒരു കഴിവാണ്. പക്ഷേ ചില കാര്യങ്ങളെ തെറ്റായിട്ട് വ്യാഖ്യാനിക്കാൻ ഇവർക്ക് പറ്റും. ഭാവിയിൽ ഇങ്ങനെ മോശമായിട്ട് സംഭവിച്ചേക്കും എന്നുള്ള രീതിയിൽ പോസിറ്റീവായി മാറാവുന്ന ചില കാര്യങ്ങളെ ഇവർ തെറ്റിദ്ധരിക്കാറുമുണ്ട്. അതുമൂലം അവർക്ക് പ്രവർത്തിക്കാനോ ആ നേട്ടത്തെ കണ്ടെടുക്കാനോ കഴിയാതെ പോയ ചില സന്ദർഭങ്ങൾ ഇവരുടെ ജീവിതത്തിലുണ്ടാവും. അതുകൊണ്ട് തന്നെ നമ്മൾ ചിന്തിക്കുന്ന എല്ലാം ഫലപ്രാപ്തിയിലെത്തില്ല. നമ്മുടെ അറിവും അതിനുള്ള ആഴവുമാണ് നമ്മുടെ ആ ദീർഘവീക്ഷണത്തിന്റെ കാതൽ. അപ്പൊ അതുമൂലം നമ്മൾ കാര്യങ്ങളെ ഗ്രഹിച്ചെടുത്ത് പറയുന്നതാണെങ്കിൽ അത് റൈറ്റ് ആയിട്ട് വരും. ഇല്ലെങ്കിൽ വെറുതെ മിഥ്യാധാരണ കൊണ്ട് സംസാരിച്ച് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു വയ്ക്കുന്നത് അത്ര കണ്ട് ഗുണകരവും ആവില്ല. ഇത് മനസ്സിലാക്കേണ്ട കാര്യമാണ്. മൂന്നാമത്തെ കാര്യം, അറിവ് നേടാൻ ആഗ്രഹിക്കുന്നവർ എന്നുള്ളതാണ്. അതെ, ഈ കൂറിൽപ്പെട്ടവർക്ക് അറിവ് എപ്പോഴും സ്വായത്തമാക്കിക്കൊണ്ടിരിക്കണം എന്നുള്ളൊരു ചിന്താഗതിയുണ്ട്. അറിവ് എവിടെ വെച്ച് ഇവർക്ക് ബ്ലോക്ക് ആവുന്നു അന്നത്തിടം തൊട്ട് ഇവരുടെ ഒരു പഠനം ആരംഭിക്കുകയാണ്. കാര്യങ്ങളെ അപ്ഡേറ്റ് ചെയ്യുക എന്ന് പറയുന്ന വലിയൊരു കാര്യമാണ്. ഒരു വിഷയത്തെക്കുറിച്ച് പഠിക്കുക, അതിന്മേല് ചർച്ച ചെയ്യുക, അത് ജീവിതത്തിലേക്ക് പകർത്തുക, ഇതൊക്കെ നല്ല ഗുണങ്ങളാണ്. ഈ കൂറിൽപ്പെട്ടവര് ചില ഐഡിയകൾ ഉണ്ടെങ്കിൽ അതിനെ തങ്ങൾ ഉപയോഗിക്കുന്നതിന് മുമ്പ് അതിനെക്കുറിച്ച് കുറച്ച് പഠിക്കും, അറിവുള്ളവരടുത്ത് അതിനെക്കുറിച്ച് ചോദിക്കും. അതെല്ലാം കഴിഞ്ഞിട്ട് മാത്രമേ അവരത് പ്രാവർത്തികമാക്കൂ. ചിലപ്പോൾ എല്ലാം 90% വരെ ഓക്കെ ആയിട്ട് നാളെ തുടങ്ങും എന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ ഇവർ പിന്മാറി പോകുന്നത് കാണാം. കാര്യം അവസാന നിമിഷം ആരോ പറഞ്ഞു കൊടുത്ത 1-2 അറിവുകൾ വായിച്ചു കഴിഞ്ഞപ്പോഴാണ് ഇത് ഞാനിപ്പം ചെയ്തു കഴിഞ്ഞാൽ തെറ്റായി പോകുമെന്ന് കണ്ടിട്ട് അവർ അതിൽ നിന്ന് പിന്മാറുന്നത്. ഇതോടെ ചിലപ്പോൾ ചിലർ പറയും ഇവർ വാക്ക് പാലിക്കാൻ കൊള്ളാത്തവരാണ്, ഇവർ ശരിയല്ല എന്നൊക്കെ പറഞ്ഞേക്കാം. പക്ഷെ അങ്ങനെയല്ല. ഇവർ ഇങ്ങനെ അവരുടെ നോളജ് വർദ്ധിപ്പിച്ച് കാര്യങ്ങളുടെ ഗൗരവത്തെ മനസ്സിലാക്കി താൻ ഇത്രയും നാളും ചിന്തിച്ചതുപോലെ എല്ലാ കാര്യങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്, ഇനി അങ്ങോട്ട് പോയാൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് കാണുമ്പോഴാണ് ഇവർ പിന്തിരിയുന്നത്. ഇതിനെ പ്രണയ കാര്യങ്ങളിൽ പോലും ഇങ്ങനെയൊക്കെ ഉണ്ടായി വരാറുണ്ട്. നല്ല കാമുകൻ അല്ലെങ്കിൽ നല്ല കാമുകി എന്നൊക്കെ പറഞ്ഞ് കുറേ കാലം കൂടെ നടന്നിട്ട് അവസാനം വിവാഹകാലം എത്തുമ്പോൾ മാറിപ്പോകും. ഇവരെ നമ്മൾ സാധാരണ ചീറ്റിങ് ചെയ്തു എന്നൊക്കെ പറയാറുണ്ട്, തേച്ചിട്ട് പോയി എന്നൊക്കെ പറയും. പക്ഷെ ഇവർ ആ വിഷയത്തിന്മേൽ ഇന്ന കാര്യങ്ങൾ കൊണ്ട് ഇങ്ങനെ സംഭവിച്ചേക്കാന്നുള്ള ഈ ദീർഘവീക്ഷണം കൊണ്ടാണ് ഇതിൽ നിന്ന് മാറിപ്പോകുന്നത്. ഇവർ ചിലപ്പോൾ ഇങ്ങനെ മാറിപ്പോയില്ലെങ്കിൽ അവരുടെ കുടുംബജീവിതമായിട്ടൊക്കെ വരുമ്പോൾ വലിയ അടികലാശങ്ങളൊക്കെ ഉണ്ടാവും. രണ്ടു കൂട്ടർക്കും നഷ്ടമാണ്. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇവരുടെ ദീർഘവീക്ഷണ ബോധം എപ്പോഴും ഗുണഫലങ്ങളെയായിരിക്കും മിക്കവാറും സമ്മാനിക്കുക. രണ്ടാമത്തെ കാര്യം, പുതിയ ബന്ധങ്ങളെ സൃഷ്ടിക്കുന്നവർ എന്നുള്ളതാണ്. നമ്മൾ സൗഹൃദങ്ങളെയും വ്യക്തിബന്ധങ്ങളെയൊക്കെ സൃഷ്ടിക്കുന്നത് മനുഷ്യനെന്നുള്ള നിലയിൽ വളരെ ഗുണകരമായിട്ടുള്ള കാര്യമാണ്. ഇവിടെ കന്നിക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം പുതിയ പുതിയ ബന്ധങ്ങൾ സൃഷ്ടിക്കാൻ ഇവർ ശ്രദ്ധാലുക്കളാണ്. കാര്യം നമുക്ക് കുറച്ച് ബന്ധുക്കളുണ്ട്. അതായത് നമ്മൾ ജനിച്ചപ്പോൾ ഉണ്ടായ ബന്ധുക്കളെ മാത്രമല്ല പറയുന്നത്, നമ്മൾ പഠിച്ചെടുത്തും ജോലി ചെയ്തെടുത്തും പൊതുസമൂഹത്തിൽ നിന്ന് ഇടപെട്ടും ചില ബന്ധങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എന്നും ഇവരിൽ മാത്രം ഇങ്ങനെ ചുറ്റിക്കളിച്ച് പോയിക്കൊണ്ട് നമുക്കൊരു കൃത്യമായ വളർച്ച ഉണ്ടാവുകയില്ല. അപ്പം വളർന്നവരെ അല്ലെങ്കിൽ വളർന്നു കൊണ്ടിരിക്കുന്നവരെയൊക്കെ നമ്മൾ നമ്മുടെ ഒപ്പം ചേർത്ത് പിടിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് അവർക്കൊപ്പം മുന്നോട്ട് പോയിട്ട് വളരാൻ പറ്റുള്ളൂ. അത് ഈ കൂട്ടർക്ക് അറിയാവുന്നതാണ്. അതുകൊണ്ട് തന്നെ സമൂഹത്തിൽ വിജയിച്ചവരോടും സമൂഹത്തിൽ മേൽക്കോയ്മകളിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്ന ആൾക്കാരുമായിട്ട് ഇവർ പരിചയം ഉണ്ടാക്കുകയും അവരെ ഫോളോ ചെയ്യുകയും അവരെ പിന്നീട് തൻ്റെ ഫോളോവർ ആക്കി മാറ്റുകയൊക്കെ ചെയ്യുന്നത് കാണാം. ഇത് ഇവരുടെ വലിയൊരു നേട്ടമാണ്. ഇനി ഒന്നാമത്തതും
പരമപ്രധാനമായിട്ടുള്ള കാര്യമാണ്. അതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ. ഈ ചാനലിന്റെ കമന്റ് ബോക്സിൽ നമ്മുടെ വാട്സപ്പ് ചാനലിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിലൂടെ ചാനൽ ജോയിൻ ചെയ്താൽ നിങ്ങളുടെ പിറന്നാളിന്, നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെ പിറന്നാളിന് സൗജന്യമായിട്ട് പുഷ്പാഞ്ജലി അർച്ചനകൾ നടത്തി കിട്ടുന്നതാണ്. മാത്രമല്ല, ഇതിന്റെ കമന്റ് ബോക്സിൽ നിങ്ങളുടെ പേര്, നിങ്ങളുടെ വയസ്സ്, നിങ്ങളുടെ നക്ഷത്രം ഇവ രേഖപ്പെടുത്തിയാൽ ഇവിടെ നടക്കുന്ന പൂജാ പ്രാർത്ഥനകളിൽ നിങ്ങളെ ഉൾക്കൊള്ളിക്കുന്നതാണ്. ഒരു മാസത്തേക്കായിരിക്കും ഇപ്രകാരം ചെയ്യുന്നത്. കൂടുതലായിട്ട് വേണമെന്നുള്ളവർ ഇനി തൊട്ട് ഇതിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയുടെ കീഴെ നിങ്ങളുടെ ഡീറ്റെയിൽസ് ഇങ്ങനെ കൊടുത്താൽ മതി. അതിനായിട്ട് ഇതുവരെയ്ക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അത് ചെയ്യണം. ഒപ്പം ഈ വീഡിയോ ഒന്ന് ലൈക്ക് കൂടി ചെയ്യണം. എങ്കിൽ മാത്രമായിരിക്കും റെക്കമെൻഡേഷനായിട്ട്, നോട്ടിഫിക്കേഷനായിട്ടൊക്കെ നിങ്ങൾക്ക് ഈ ചാനലിലുള്ള വിവരങ്ങൾ കിട്ടുള്ളൂ. എങ്കിലല്ലേ നിങ്ങൾക്ക് നിങ്ങളുടെ ഡീറ്റെയിൽസും കൊടുക്കാൻ പറ്റുള്ളൂ. അത് പ്രയോജനപ്പെടുത്തുമല്ലോ. ഇനി നമുക്ക് ഒന്നാമത്തെ കാര്യത്തിലേക്ക് വരാം. പരമപ്രധാനമായിട്ടുള്ള കാര്യമാണ്, നമ്മുടെ ജീവിതത്തെ കൃത്യമായി നിയന്ത്രിക്കുന്ന കാര്യമാണ്. നമ്മൾ നമ്മുടെ ജീവിതത്തിന്റെ കടിഞ്ഞാണ് ഏറ്റെടുക്കുക എന്നുള്ളതാണ്. അതായത് ഒരു കുതിര പോകുമ്പോൾ ആ കുതിര അതിന് തോന്നുന്ന വഴിക്കല്ല പോകുന്നത്. അതിന് മുകളിലിരിക്കുന്ന കുതിര സവാരിക്കാരൻ അതിനെ നിയന്ത്രിക്കുകയാണ് ചെയ്യുന്നത്. ചില വ്യക്തികളെ കണ്ടിട്ടുണ്ട്, കുടുംബാംഗങ്ങൾക്ക് വേണ്ടിയിട്ട് ജീവിക്കുന്നു, സൗഹൃദത്തിന് വേണ്ടി ജീവിക്കുന്നു, മറ്റെന്തിനൊക്കെയോ വേണ്ടി ജീവിക്കുന്നു. അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. ഇവരുടെ എല്ലാം കടിഞ്ഞാണ് പലപ്പോഴും ഈ പറഞ്ഞ വ്യക്തിബന്ധങ്ങളിലാണ് കിടക്കുന്നത്. ആരൊക്കെയോ ഇവരെ നിയന്ത്രിച്ചു കൊണ്ടേയിരിക്കുന്നു. ഇങ്ങനെ ബന്ധങ്ങളിൽ ചുറ്റുന്നതിൽ തെറ്റൊന്നുമില്ല. കാര്യം നമുക്കിതെല്ലാം വേണ്ടത് തന്നെയാണ്. പക്ഷെ സ്വന്തം ജീവിതത്തിന്റെ കടിഞ്ഞാണ് നമ്മുടെ കയ്യിൽ തന്നെ ഇരിക്കണം. മറ്റൊരാൾക്ക് കളിക്കാനുള്ള കളിപ്പാട്ടമല്ല അത്. അങ്ങനെ ആർക്കെങ്കിലും കളിക്കാനുള്ള കളിപ്പാട്ടമായിട്ട് നമ്മുടെ ജീവിതത്തിന്റെ കടിഞ്ഞാൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ തകർന്നു പോകുമെന്നുള്ളതിൽ സംശയവും വേണ്ട. ഇവിടെ കന്നിക്കൂറുകാര് ഏറ്റവും അധികം ശ്രദ്ധിക്കുന്നത് തന്റെ ജീവിതചര്യയിൽ തന്റെ നിയന്ത്രണത്തിന് എത്രമാത്രം പ്രാധാന്യമുണ്ടെന്ന് ഓരോ തവണയും അന്വേഷിക്കും. ചില സമയങ്ങളിലൊക്കെ ചിലരൊക്കെ നമ്മളെ സ്വാധീനിച്ചു എന്ന് വന്നേക്കാം. അതിലപ്പുറം സ്വന്തം ഇച്ഛാശക്തി കൊണ്ട്, സ്വന്തം കഴിവുകൊണ്ട്, സ്വന്തം പരിശ്രമം കൊണ്ട് കാര്യങ്ങളെ നേടിയെടുക്കുന്ന കന്നിക്കൂറ് മാത്രമാണ് വിജയത്തിന്റെ തേരോടിച്ചിട്ടുള്ളത്. അല്ലാത്തവർ ഏതെങ്കിലുമൊക്കെ ആൾക്കാരുടെ അവരുടെ ഇമോഷന്റെ ലെവലിൽ കുടുങ്ങിപ്പോയിട്ട് ഒരു പകുതി വഴിയിലൊക്കെ എത്തിയിട്ട് അങ്ങ് അസ്തമിക്കുന്ന ആൾക്കാരായിട്ട് മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഉന്നതമായ തീരുമാനങ്ങൾ എടുക്കുക, ഉത്തമമായ ബോധത്തോടു കൂടി ജീവിതത്തെ കാണുക, ശക്തിയാവണ്ണം പരിശ്രമിക്കുക, ജീവിതത്തെ വിജയപ്രദമാക്കി എടുക്കുക, എല്ലാം തന്നെ ഈ കൂറുകാർ ചെയ്യേണ്ടുന്ന കടമയാണ്. ഇതിൽ നിന്നും വ്യതിചലിച്ചു കഴിഞ്ഞാൽ നമുക്ക് പല കാര്യങ്ങളും ഉണ്ടായിട്ടും കാര്യമൊന്നുമില്ല. എവിടെയെങ്കിലുമൊക്കെ വഴി തെറ്റിപ്പോകാനുള്ള സാധ്യത കൂടുതലായിരിക്കും. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. അതിന് മുമ്പ് പറഞ്ഞോട്ടെ, ഈ വീഡിയോയിൽ പറഞ്ഞ പല കാര്യങ്ങളും ചിലപ്പോൾ നിങ്ങൾക്ക് കാണുകയില്ല. ഒരു 7 കാര്യങ്ങളെങ്കിലും നിങ്ങൾക്കുണ്ടെങ്കിൽ ഭാഗ്യവാൻ. നിങ്ങൾ ബാക്കിയുള്ള കാര്യങ്ങൾ നേടിയെടുത്ത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഉയർന്ന സ്ഥാനത്തെത്തും. ഇനി ചിലപ്പോൾ ഒരു 3-4 ഘടകങ്ങളെ നിങ്ങൾക്ക് ഉള്ളൂ എങ്കിൽ മറ്റുള്ള കാര്യങ്ങളിലേക്ക് നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് എത്താൻ ഈ വീഡിയോ സഹായിക്കും. നിങ്ങൾക്ക് തിരിച്ചറിവുണ്ടായി കഴിഞ്ഞു. ഇനി ചിലപ്പോൾ ചിലർക്ക് ഒരു കാര്യവും കാണില്ല ഇതുമായിട്ട് ബന്ധപ്പെടുത്തിയ. അത് ഇച്ചിരി ഹതഭാഗ്യരാണ്. പക്ഷെ പേടിക്കേണ്ടതില്ല. നമ്മുടെ ഉള്ളറകളെ നമ്മൾ കണ്ടെത്തിയിരിക്കുന്നു. ഇതെല്ലാം നമുക്കുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കിയിരിക്കുന്നു. അതായത് നമ്മൾ കീ കിട്ടി, ഇനി പെട്ടി തുറന്നാൽ മതി എന്നർത്ഥം. അപ്പൊ കീ വെച്ച് നമ്മുടെ ജീവിതത്തെ ഇനി നിയന്ത്രിക്കേണ്ടത് നിങ്ങളുടെ ഡ്യൂട്ടിയാണ്. ഈ പറഞ്ഞ രീതികൾ നിങ്ങളുടെ സ്വഭാവത്തിലും നിങ്ങളുടെ പ്രകൃതത്തിലും നിങ്ങളുടെ ജീവിതത്തിലും അവലംബിച്ചു നോക്കൂ. വലിയ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും. ജീവിതം സക്സസ്ഫുള്ളായി മാറുകയും ചെയ്യും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് നമ്പറാണ്. ജ്യോതിഷ സംബന്ധമായും പൂജാ സംബന്ധമായുമുള്ള അപ്പോയിൻമെന്റിന് വേണ്ടിയിട്ടാണ് നൽകിയിരിക്കുന്നത്. നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല. നിങ്ങളുടെ പേര്, നിങ്ങളുടെ സ്ഥലം ഇവ രേഖപ്പെടുത്തി വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്യുക. അപ്പോയിൻമെന്റിന് മാർഗ്ഗനിർദ്ദേശം അയച്ചു നൽകുന്നതാണ്. ആ മാർഗ്ഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെന്റ് എടുത്തിട്ട് വിളിക്കാവുന്നതാണ്. നമ്മളിപ്പോൾ ഒരു സ്റ്റോർ യൂട്യൂബിൽ ആരംഭിച്ചിട്ടുണ്ട്. ഹൈന്ദവ ധർമ്മം അനുസരിച്ച് ജീവിക്കുന്നവർക്ക് പൂജാ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളൊക്കെ മേടിക്കണമെന്നുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു സ്റ്റോറാണിത്. താല്പര്യമുള്ളവർക്ക് അതിൽ പോയിട്ട് അതിൻ്റെ വിലയൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അതിൽ നിന്ന് മേടിക്കാവുന്നതാണ്. ഇങ്ങനെ നോക്കിയാൽ മതിയാകും. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷമായിട്ട് വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നമസ്കാരം. നിങ്ങളുടെ സ്വന്തം RJ ഹരിചന്ദ്ര മഠം. നമസ്തേ.